ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് പിക്കിളോ അല്ലെങ്കിൽ തൈരോ കൂട്ടിയിട്ട് ഈ റൈസ് നമുക്ക് കഴിക്കാം. ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ പച്ചരി വെച്ചിട്ടുണ്ടാക്കാം. പച്ചരി വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് ആയിരുന്നാലും പച്ചരി ആയിരുന്നാലും റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കാം. അത് പച്ചരിക്കായിരുന്നാലും അത്രയ്ക്ക് വെള്ളം തന്നെ മതി. എന്നിട്ട് ഈ അരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈസ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ റൈസിൻ്റെ വേവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസ് തുറന്നു നോക്കരുത്. അങ്ങനെ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീമൊക്കെ പുറത്ത് പോയിട്ട് നമുക്ക് റൈസ് ശരിക്കും വെന്ത് കിട്ടില്ല. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. എന്നിട്ട് റൈസ് ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഈ റൈസിലേക്ക് നമ്മൾ അധികം വെള്ളവും ചേർക്കാതെ റൈസ് എന്തായാലും വെന്തിട്ട് കുഴഞ്ഞൊന്നും പോവില്ല, കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ. പിന്നെ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുലാവ് പോലെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെയല്ല ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ വെജിറ്റബിൾസും വളരെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കോൺ എടുത്തിട്ടുണ്ട്. കോൺ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കാഷ്നട്ട്. പിന്നെ ഞാനിവിടെ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സവോളയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം വേണം. നല്ല ജീരകം ആയിരുന്നാലും വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ്. ഈ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് വെന്ത് വന്നു കഴിയുമ്പോൾ ഈ റൈസിന് നല്ല വെള്ള കളറായിരിക്കണം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മൾ റൈസ് ഇട്ടിട്ട് വേവിക്കുന്നത്. ഈ ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജീരകം നമ്മളൊന്ന് വറുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ സവോള ചേർത്തിട്ട് നെയ്യിലിട്ടിട്ട് സവോള ഒന്ന് മൂപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ റൈസ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ആ ജീരകം കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഈ സവോള നമുക്ക് നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് മുരിയണം. ഈ സവോള ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കണ കാഷ്നട്ട് ഞാൻ ഓൾറെഡി വറുത്തെടുത്ത കാഷ്നട്ടാണ്. നമ്മൾ പച്ച കാഷ്നട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് കാഷ്നട്ട് ചേർത്തിട്ട് ഒന്ന് വറുക്കണം. അത് കഴിഞ്ഞിട്ടാണ് വെജിറ്റബിൾസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എല്ലാ വെജിറ്റബിൾസും കാഷ്നട്ടും എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ വെജിറ്റബിൾസ് നമ്മൾ മൂടി വെച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ആ റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് നമുക്ക് വേവിക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ആ നെയ്യിൽ നന്നായിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം, ഉപ്പ് പാകമാണോ എന്ന്. നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ഈ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റൈസ് നമുക്ക് മൂടി വെച്ചിട്ട് റൈസ് നന്നായിട്ട് തിളപ്പിക്കാം. റൈസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഏറ്റവും കുറച്ചിടണം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. റൈസ് തിളച്ച് പോകൊണ്ട് നോക്കണം. നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. റൈസ് ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കരുത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. നമ്മൾ പച്ചരി ഇടണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നമുക്ക് വേണ്ടി വരും.
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്.